അപ്പോൾ ഞാനിവിടെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഇൻ്റർഫേസ് വരിക. ഫസ്റ്റായിട്ട് റെഡ് കളറിൽ ന്യൂ രജിസ്ട്രേഷൻ ഉണ്ട്, താഴെ എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ അതിൻ്റെ താഴെ ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന കോളത്തിൽ നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള ഒരു ക്യാപ്ച, ഇത്തരം ഡീറ്റെയിൽസ് അവിടെ അടിച്ചു കൊടുക്കുക. ഇത്തരം ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂസർ നെയിം പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തു. ശേഷം നമ്മളുടെ ഒരു ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് താഴത്തെ കോളത്തിൽ. അങ്ങനെ നമ്മളിവിടെ ക്യാപ്ചയും അടിച്ചു കൊടുത്തു. ശേഷം നമ്മൾ താഴെ ലോഗിൻ കൊടുക്കുക. അങ്ങനെ നമ്മൾ യൂസർ നെയിം പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പേജിലേക്ക് നമ്മൾ ലോഗിനായി. ശേഷം നമ്മൾ ഈ ഇടത്തെ സൈഡിലുള്ള മുകളിൽ നിന്നും ഈ ഒരു 3 ലൈൻ ഇവിടെ കാണാൻ സാധിക്കും, 3 വര. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ നിർബന്ധമായിട്ടും യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം എന്ന്. കാരണം നമ്മൾ